ഹലോ എവരിവൺ. അപ്പം നമുക്കൊരു മോർണിംഗ് കുക്കിംഗ് കണ്ടാല. അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് അതിന് ശേഷം തലേന്ന് അരച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അപ്പോഴത്തേക്ക് പരിപ്പ് വെന്ത് വന്ന് അപ്പോൾ അതിലോട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് വെള്ളവും ഒഴിച്ച് പുളിവെള്ളം ഒഴിച്ച് കൈസ് അതെടുക്കാൻ വേണ്ടി മറന്നുപോയി. അതും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ച് അതിന് ശേഷം വെണ്ടക്കായും തക്കാളിയും ഇതേപോലെ ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്ത് എന്നിട്ട് ആ സെയിം ചട്ടിയിലോട്ട് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ കൂടിപ്പോയി ഗൈസ്. അങ്ങനെ എടുത്ത് മാറ്റി കുറച്ച് എണ്ണ. അതിന് ശേഷം നമ്മൾ സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ ദോശയും സാമ്പാറും വെക്കുമ്പോൾ ഈ ഒരു ചമ്മന്തി ഇവിടെ എല്ലാവർക്കും വേണം. അങ്ങനെ അതിനുള്ള ഒരു സവാളയും തക്കാളിയും അരിഞ്ഞ് ആ മാറ്റി വെച്ച എണ്ണ എടുത്ത് ഒഴിക്കുകയും ചെയ്ത് സവാള ഇട്ട് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് സവാള നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് പുളിയും മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ജാറിലോട്ട് മാറ്റി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതേപോലെ അരച്ചെടുക്കാം. അതിന് ദോശയുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ദോശ കിട്ടും. അങ്ങനെ ദോശയെല്ലാം ചുട്ടെടുത്ത് അപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന് വെള്ളം തെളിച്ചപ്പം അരിയും ഇട്ട് അങ്ങനെ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ മെനിയാക്കി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.